ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കിൻ്റെ പുതിയൊരു സെക്ഷൻ സ്വാഗതം. സോ കഴിഞ്ഞൊരു സെക്ഷനിൽ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റിയിലെ 2 റൂളേഴ്സിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു മൂന്നാമത്തെ റൂളർ അല്ലെങ്കിൽ വളരെയധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ തീരുമാനമെടുത്ത റസിയ എന്ന് പറയുന്ന സുൽത്താനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ റസിയ സുൽത്താൻ, ആ പേരിൽ തന്നെ ഉണ്ട്. ചില ബുക്കിൽ നമ്മൾ കാണാറുണ്ട് റസിയ സുൽത്താന. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ഒരിക്കലും സുൽത്താന എന്ന് പറഞ്ഞ ടൈറ്റിലും സ്വീകരിച്ചില്ല. പുള്ളിക്കാരി സ്വീകരിക്കുന്ന ടൈറ്റിൽ എന്താണ്? റസിയ സുൽത്താൻ എന്ന ടൈറ്റിൽ തന്നെയാണ് ഈ പറയുന്ന ഭരണാധികാരി സ്വീകരിക്കുന്നത്. അപ്പോൾ റസിയ സുൽത്താൻ എന്നുള്ളതാണ് കറക്റ്റ് ഉള്ളൊരു നെയിം എന്ന് പറയുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്നത് സുൽത്താൻ തന്നെയാണ്. സോ റസിയ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇൽത്തുത്മിഷിൻ്റെ മരണശേഷമുള്ള കാലഘട്ടം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇൽത്തുത്മിഷിൻ്റെ മകൻ മരിച്ചതിന് ശേഷം വേറെ മക്കളുണ്ടായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ കേപ്പബിൾ എന്ന് ഇൽത്തുത്മിഷിന് തോന്നിയത് ആരെയായിരുന്നു? റസിയയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൽത്തുത്മിഷിന് താല്പര്യം റസിയ അധികാരത്തിൽ കൊണ്ടുവരാനായിരുന്നു. പക്ഷേ തുർക്കാനി ചഹൽഗനി എന്ന് പറയുന്ന 40 പേരടങ്ങുന്ന കൗൺസിൽ അതിനെതിരായിരുന്നു. പ്രധാന കാരണം എന്തായിരിക്കും? റസിയ ഒരു സ്ത്രീ എന്നുള്ള കാരണം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും ഈ പറയുന്ന സുൽത്താനേറ്റ് ഭരണത്തിൽ അല്ലെങ്കിൽ സുൽത്താനേറ്റ് എന്ന് പറയുന്ന എംപയറിലോട്ട് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഭരിക്കാൻ പാടില്ല. അതായിരുന്നു ആരാ അഭിപ്രായം? തുർക്കാനി ചഹൽഗനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഇൽത്തുത്മിഷ് മരണശേഷം പിന്നീട് ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വീക്കായുള്ള സണ്ണാണ്. പിന്നീട് ആ മകനെ പുറത്താക്കിയതിന് ശേഷം അധികാരത്തിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത്? റസിയ എന്ന് പറയുന്നത്. അതിനുശേഷം അവർ സ്ത്രീയൻ ടൈറ്റിലാണ് റസിയ സുൽത്താൻ എന്ന് പറയുന്നത്. ഇനി അധികാരത്തിൽ വന്ന ശേഷം റസിയ എന്തൊക്കെ ചെയ്യുന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലായ പോയിന്റ് ഉണ്ട്. ദ ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ റൂളർ ഓഫ് മെഡീവൽ ഇന്ത്യ സുൽത്താനേറ്റ് പീരീഡ്. അതായത് സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഒരു വനിതാ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റസിയ സുൽത്താനയാണ്. അതുപോലെ തന്നെ റസിയ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്നത് എന്താണ്? ഷീ ഡിസ്കാർഡഡ് ഫീമെയിൽ അപ്പാരൽ ആൻഡ് പർദ. ഷീ ഡിസ്കാർഡഡ് ഫീമെയിൽ അപ്പാരൽ. അതായത് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് കോമൺലി ധരിക്കുന്ന ഒരു ഡ്രസ്സാണ് എന്ന് പറയുന്നത് പർദ എന്നൊക്കെ പറയുന്നത്. പക്ഷേ റസിയ അധികാരത്തിൽ വന്നതിന് ശേഷം പുള്ളിക്കാർ എന്ത് ചെയ്തു? ഈ പറയുന്ന ഫീമെയിൽ ഡ്രസ്സസും അതുപോലെ തന്നെ പർദ പോലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? വസ്ത്രങ്ങൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഉപേക്ഷിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന നോബൽ ഗ്രൂപ്പ് സ്ത്രീ എന്നുള്ളൊരു കാരണം പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? റസിയയ്ക്ക് അധികാരം കൊടുക്കാതെ ഇരുന്നത്. സോ അതുകൊണ്ട് തന്നെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇനി ആ ഡ്രസ്സ് വേണ്ട, ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ ഈ പറയുന്ന മെയിൽസിനെ പോലെ തന്നെ ഡ്രസ്സ് ധരിച്ചോളാം എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ആർക്കുണ്ടായിരുന്നത്? റസിയയ്ക്കുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പുള്ളിക്കാരി ഈ പറയുന്ന ഫീമെയിൽ അപ്പാരൽസും പർദയും അങ്ങ് വേണ്ടെന്ന് വെക്കുന്നത്. സോ അതിനുശേഷം അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് എ കൗണ്ടർ നോബിലിറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടർക്കിഷ് നോബിലിറ്റിയാണ് ഈ പറയുന്ന തുർക്കാനി ചഹൽഗനി എന്ന് പറയുന്നത്. 40 പേരടങ്ങുന്ന കൗൺസിൽ. സോ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ ടർക്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നോബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരിക്ക് എതിര് നിന്നാരാണ്? ഈ പറയുന്ന ടർക്കിഷ് ആയിട്ടുള്ള 14 മെമ്പർ അടങ്ങുന്ന ഈ ചലീസ് അല്ലെങ്കിൽ ചഹൽഗനിയാണ് എതിര് നിന്നത്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? പുള്ളിക്കാരിക്ക് ഈ ടർക്കിഷ് അല്ലാത്ത കുറച്ച് നോബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആര് ശ്രമിക്കുന്നുണ്ട്? ഈ പറയുന്ന റസിയ സുൽത്താൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് മാലിക് ജമാലുദ്ദീൻ യാക്കൂത്ത് എന്ന് പറയുന്ന മാലിക് ജമാലുദ്ദീൻ യാക്കൂത്ത് എന്ന് പറയുന്ന അബ്സീനിയൻ സ്ലേവിന് എന്ത് പദവി കൊടുക്കുന്നുണ്ട്? അമീർ ഇ അക്കൂർ എന്ന് പറയുന്ന പദവി കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുക്കുന്നുണ്ട്? അമീർ ഇ അക്കൂർ എന്ന് പറയുന്ന പദവി കൊടുക്കുന്നുണ്ട്. ഈ അമീർ ഇ അക്കൂർ എന്ന് വെച്ചാൽ സൂപ്രണ്ടന്റ് ഓഫ് റോയൽ ഹോഴ്സ് എന്നാണ്. സൂപ്രണ്ടന്റ് ഓഫ് റോയൽ ഹോഴ്സസ് ആണ്. സോ റോയൽ ഹോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? രാജകീയം അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ കുതിരകൾ അല്ലെങ്കിൽ അതെന്താണ് നമ്മുടെ കാവലറി ട്രൂപ്സിൻ്റെ കുതിരകൾ അതിൻ്റെയൊക്കെ കൺട്രോൾ റൈറ്റ് ആർക്കാണ് കൊടുക്കുന്നത്? അത് ഈ പറയുന്ന മാലിക് ജമാലുദ്ദീൻ യാക്കൂത്താണ്. കോമൺലി ഇതെല്ലാം കൊടുക്കുന്ന ആർക്കാണ്? ഈ പറയുന്ന ടർക്കിഷ് ഒറിജിൻ ആയിട്ടുള്ള ഏതെങ്കിലും പ്രഭുക്കന്മാർക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നോബിൾസിനാണ് കൊടുക്കുന്നത്. പക്ഷേ അവരെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൊടുക്കുന്നത് മാലിക് ജമാലുദ്ദീൻ യാക്കൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു അബ്സീനിയൻ സ്ലേവിനാണ് കൊടുക്കുന്നത്. സോ ഇതും കൂടെ ആപ്പ് എന്ത് ചെയ്തു? ഈ പറയുന്ന ടർക്കിഷ് നോബിൾസിന് ഭയങ്കരമായിട്ട് ആരോട് ദേഷ്യം തോന്നും? ഈ പറയുന്ന റസിയോട്, അല്ലെങ്കിൽ കലിപ്പ് തോന്നും. ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തോന്നും. സോ അവർ ഏതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന റസിയ സുൽത്താനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. സോ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കും? ഈ പറയുന്ന ടർക്കിഷ് ഗ്രൂപ്പായിട്ടുള്ള തുർക്കാനി ചഹൽഗനി ആരംഭിക്കും. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 1240 എന്ത് ചെയ്യുന്നത്? റസിയക്കെതിരെ കുറച്ച് റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റിബലിയൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റസിയക്കെതിരെ കുറച്ച് റിബലിയൻ ബ്രോക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിബലിയൻ ആണ് സിർഹിന്ദിൽ നടക്കുന്ന സിർഹിന്ദി നടക്കുന്ന റിബലിയൻ. ആ റിബലിയൻ നയിക്കുന്ന വ്യക്തിയാണ് അൽത്തൂണിയ എന്ന് പറയുന്നത്. അൽത്തൂണിയ. അതായത്
ബട്ടിന്ത അല്ലെങ്കിൽ സിർഹിന്ദ് എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണറിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, അൾത്തൂണിയ എന്ന് പറയും. എന്താണ്? അൾത്തൂണിയ എന്ന് പറയും. ഓക്കെ, സോ ഈ അൾത്തൂണി എന്ത് ചെയ്യും? റഷ്യക്കെതിരെ റിവോൾട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, അൾത്തൂണി എന്ത് ചെയ്യുന്നുണ്ട്? റഷ്യക്കെതിരെ റിവോൾട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, സോ ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യയും യാക്കൂത്തും കൂടെ, ഓക്കെ, അതായത് ഈ പറയുന്ന മാലിക് ജമാൽ യാക്കൂത്തും കൂടെ എങ്ങോട്ട് പോകണേ? അവർ നേരെ സിർഹിന്ദ് അല്ലെങ്കിൽ ബട്ടിന്റെ എത്തുകയും അവിടെ വെച്ച് നടക്കുന്ന ബാറ്റിൽ എന്ത് പറ്റും? ഈ പറയുന്ന മാലിക് ജമാൽ യാക്കൂത്ത് എന്ത് ചെയ്യും? ഇദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്. ഓക്കെ, അൾത്തൂണി എന്ത് ചെയ്യുന്നുണ്ട്? മാലിക് ജമാലുദ്ദീൻ യാക്കൂത്തിനെ കൊലപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സോ അതോടുകൂടി എന്ത് ചെയ്യും? റഷ്യ ഒറ്റയ്ക്കാവും. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് ഈ പറയുന്ന അൾത്തൂണി എന്ത് ചെയ്യുന്നുണ്ട്? റഷ്യയെ കല്യാണം കഴിക്കും. ഓക്കെ, ഈ പറയുന്ന അൾത്തൂണി, ഓക്കെ, അതായത് റഷ്യക്ക് റിവോൾട്ട് നടത്തി അൾത്തൂണി പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? റഷ്യയെ മാരി ചെയ്യും. ഓക്കെ, മാരി ചെയ്തതിന് ശേഷം അവരെന്ത് തീരുമാനിക്കും? ഓക്കെ, എന്നാൽ നമുക്ക് ലെറ്റ്സ് ഗോ ബാക്ക് ടു ഡൽഹി. ഓക്കെ, നമുക്ക് തിരിച്ച് ഡൽഹി പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം? അവിടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ഭരണം നടത്താന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിലെത്തും. പക്ഷേ തിരികെ ഇവർ ഡൽഹിയിലോട്ട് വരുന്ന വഴിക്ക് എന്ത് ചെയ്യോടെ? ഇവർ കൊല്ലപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ചില ബുക്സിനകത്ത് പറയുന്നത് കൊള്ളക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതാണ്. പക്ഷേ ശരിക്കും റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന റഷ്യയുടെ ബ്രദർ ആയിട്ടുള്ള ബഹ്റം ഷാ, ഓക്കെ, എന്താണ്? റഷ്യയുടെ ബ്രദർ ആയിട്ടുള്ള ബഹ്റം ഷായും അദ്ദേഹത്തിൻ്റെ കൂടെ ആരും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞ തുർക്കാനി ചഹൽഗനി, ഓക്കെ, എന്താണ്? തുർക്കാനി ചഹൽഗനിയും ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന റഷ്യയും അതുപോലെ തന്നെ അൾത്തൂണിയെയും കൊലപ്പെടുന്നുണ്ട്. അതോടുകൂടി എന്താണ്? ഡൽഹി സുൽത്താനയിലെ ഒരു വനിതാ ഭരണാധികാരിയുടെ അവസാനമായിരുന്നു. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും റസിയ സുൽത്താനെ കുറിച്ച് അല്ലെങ്കിൽ സുൽത്താനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. റസിയ സുൽത്താൻ എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. സുൽത്താന എന്നുള്ളത് അത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ, പക്ഷേ റസിയ സുൽത്താൻ, കാരണം പുള്ളിക്കാരി സുൽത്താൻ ടൈറ്റിൽ തന്നെയാണ് സ്വീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈ ഒരു ഭരണാധികാരിയെ കുറിച്ച് പറയാനുള്ളത്.